എന്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് സീരീസ് എപ്പിസോഡ് നമ്പർ 2ലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കാര്യം ഒരു കുട്ടി ജനിച്ച് ഫസ്റ്റ് വരുന്ന ചടങ്ങ് എനിക്കൊക്കെ 28th ഡേ വരുന്ന ചടങ്ങാണ്, 100 ചടങ്ങാണ് ഫസ്റ്റ് വരുന്ന ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറേ ആൾക്കാരെ വിളിക്കും, എല്ലാവരും എന്തൊക്കെ കൊണ്ടാ വരുക, ഒരുപാട് ഇങ്ങനെ ലോഡ് കണക്കിന് ഡ്രസ്സ് കൊണ്ടുവരും. ഇനി വരുന്ന നമുക്ക് ഇങ്ങനെ പോകാൻ വരുന്ന ചടങ്ങുകൾക്ക് ഇത്രയും ഡ്രസ്സും കൊണ്ട് പോകരുത്, കാരണം ശരിയായ വേസ്റ്റ് ആണത്. വേസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കാം. പക്ഷെ ഇത്രയും ഡ്രസ്സ് കുറേ ചെറിയ ഡ്രസ് സൈസിൽ അപ്പൊ ആ ഒരു കാര്യം 3 മാസം വരെ അധികം പുറത്തു പോകില്ല. പുറത്ത് പോകുന്ന നമുക്ക് പോകാൻ ഇവിടെ ഉണ്ടാവില്ല, കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പം ഇത്രയും ഡ്രസ് ഇട്ട് പുറത്ത് പോകാനില്ല, നല്ല ഡ്രസ്സ് വീട്ടിലിട്ട് കൊടുക്കാനും കഴിയില്ല. പിന്നെ ഗേൾസ് ഒക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് ഗേൾസ് ഒക്കെ ആണെങ്കിൽ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുക വെച്ചാൽ പെട്ടെന്ന് മൂത്രമൊക്കെ ആയിട്ട് മാറ്റേണ്ടി വരും. അതൊക്കെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ബനിയൻസ് ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പൊ ശരിക്കും ഇതൊക്കെ വേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പോകുമ്പോൾ കുട്ടീനെ കൺസിഡർ ചെയ്യുന്ന പോലെ കുട്ടിയുടെ അമ്മയെ കൺസിഡർ ചെയ്യുക, കാരണം കുട്ടിക്ക് ഫീൽ ചെയ്യാനായിട്ട് സിബ് ഇടുക. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവരെ സിബ് പോകും, ഡ്രസ്സ് വേഗം കളയിട്ട് വരും. അപ്പൊ ഏറ്റവും നല്ലത് കുറച്ച് ഫീഡിങ് ഡ്രസ്സ് അമ്മക്ക് വാങ്ങി കൊടുക്കും. ശരിക്കും യൂസ്ഫുൾ ആയിട്ട് ഒരു കാര്യം വെച്ചാൽ ബേബി ഡയപ്പേഴ്സ്. കാരണം ഡയപ്പേഴ്സ് ഡെയിലി യൂസ് ചെയ്യണം. 1, 2, 3 ഡയപ്പേഴ്സ് ഡെയിലി യൂസ് ചെയ്യുന്നു. രാത്രി മാത്രം യൂസ് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. എനിക്ക് വരെ 3 ഡയപ്പേഴ്സ് വരെ ഒരു ദിവസം രാത്രി. കാരണം നമ്മൾ കുഞ്ഞു ബേബീസ് ഇടയ്ക്ക് മുട്ടിക്കും. അപ്പം നിറഞ്ഞ നമ്മൾ മാറ്റണമല്ലോ, അതിൽ എന്തായാലും മാറ്റണമല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ മാറ്റും, കുറച്ച് രാവിലെ ആവാനാകുമ്പോൾ മാറ്റും, അങ്ങനെ മാറ്റേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അപ്പം ഡയപ്പേഴ്സ് ഞാൻ നല്ല സ്മെൽ കഴിയുവാണെങ്കിൽ ഡയപ്പേഴ്സ് വാങ്ങി കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ബൈ.